നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ആദ്യം. പെരിഞ്ഞനം കൊറ്റംകുളത്ത് ആളില്ലാത്ത വീട് കുത്തിത്തുറന്ന മോഷണം. എടത്തിരുത്തിയിൽ കാട്ടുപന്നി ശല്യം, വാഴകൃഷി നശിപ്പിച്ചു. പഴുവിൽ സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ സമാപിച്ചു. കെ രാധാകൃഷ്ണൻ MP സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. പെരിഞ്ഞനം കൊറ്റംകുളത്ത് അടച്ചിട്ട വീട് കുത്തി തുറന്ന് മോഷണം. നിലവിളക്കുകളും ഓട്ടുരുളിയും പാത്രങ്ങളും നഷ്ടപ്പെട്ടു. കൊറ്റംകുളം കിഴക്ക് SSDP സമാജം ക്ഷേത്രത്തിനടുത്ത് മാഞ്ഞോളി രവീന്ദ്രന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടുകാർ വിദേശത്താണ്. ബന്ധു ഞായറാഴ്ച രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ മുൻഭാഗത്തെ വാതിൽ തകർത്ത് അകത്ത് കടന്ന മോഷ്ടാക്കൾ മുറികളിലെ അലമാരകളെല്ലാം കുത്തി തുറന്ന നിലയിലാണ്. സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. മുറികളിൽ സൂക്ഷിച്ചിരുന്ന നിലവിളക്കുകൾ, ഓട്ടുരുളി, അലുമിനിയം പാത്രങ്ങൾ എന്നിവയാണ് മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എടത്തിരുത്തിയിൽ കാട്ടുപന്നി ശല്യം. എടത്തിരുത്തി കുമ്പളപ്പറമ്പിൽ പൊന്നമ്പുള്ളി ഷാജിയുടെ കൃഷിയിടത്തിലെ വാഴകൾ കാട്ടുപന്നി കുത്തിമറിച്ചിട്ടു. ഇലയ്ക്കായി നട്ടുവളർത്തിയിരുന്ന വാഴകളാണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നി കുത്തിയിട്ടത്. കാട്ടുപന്നിയുടെ കാൽപ്പാടുകളും കണ്ടിരുന്നു. കുറച്ചു നാളുകളായി പ്രദേശത്ത് കാട്ടുപന്നിയെ കണ്ടുവരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എടത്തിരുത്തി ഡിഫൻഡർ ഭാഗത്ത് വെച്ച് രാത്രിയിൽ കാട്ടുപന്നി റോഡിലൂടെ പോകുന്നത് കാർ യാത്രികർ മൊബൈലിൽ ക്യാമറയിൽ പകർത്തിയിരുന്നു. കാട്ടുപന്നിയെ തുരത്തുന്നതിനുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പ്രദേശത്ത് കുറച്ച് കാലമായിട്ട് കാട്ടുപന്നി ശല്യം ഉണ്ട്. അപ്പോൾ ഒറ്റയായും തെറ്റയായും ഒക്കെ കാട്ടുപന്നിയെ കാണുന്നു എന്നുള്ള നാട്ടുകാർ പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ ദിവസം ഈ ഭാഗത്ത് സിറാജ് നഗറിൽ കാട്ടുപന്നിയെ കണ്ടിരുന്നു. അതിന് ശേഷം ആണ് ഇന്നലെ രാത്രി ആണ് ഇവിടെ ഇങ്ങനെ ഇപ്പോൾ 2 വാഴയാണ് അത് പോയിട്ടുള്ളത്. ഒരു 75 വാഴകൾ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇലയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വാഴ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിലാണ് ഒരു 5 മാസം പ്രായമുള്ള 2 വാഴത്തൈകൾ പന്നി കുത്തി മറിച്ചിട്ട് കണ്ടത്. എടത്തിരുത്തി പഞ്ചായത്ത് 8ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. കുടുംബസംഗമം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് അസീസ് പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. സംഗമത്തിൽ ലഹരി നിർമ്മാർജ്ജനം ഗാന്ധിസത്തിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി എഴുത്തുകാരൻ ഹുസൈർ മുഹമ്മദ് ക്ലാസ് നയിച്ചു. കലാകായിക സാഹിത്യരംഗത്ത് മികവ് പുലർത്തിയ പ്രതിഭകളെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ബെന്നി ബെഹനാൻ MP ആദരിച്ചു. DCC സെക്രട്ടറിമാരായ CC ബാബുരാജ്, TM നാസർ, ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ P മേനോൻ, DCC എക്സിക്യൂട്ടീവ് അംഗം സജയ് വൈനപ്പിള്ളിൽ, മണ്ഡലം പ്രസിഡന്റ് PD സജീവ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MU ഉമറുൽ ഫാറൂഖ്, ബ്ലോക്ക് സെക്രട്ടറിമാരായ TM നാസിമുദ്ദീൻ, TM മുഹമ്മദ് സഗീർ, KK അൻവർ, വാർഡ് മെമ്പർ ഷിനി സതീഷ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലൈല മജീദ് എന്നിവർ സംസാരിച്ചു. ഗാന്ധിജിക്ക് ശേഷം പല ലോകരാഷ്ട്രങ്ങളും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയും സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയും പല ലോകരാഷ്ട്ര തലവന്മാർ നേതൃത്വം കൊടുത്തവരും അവരെല്ലാം അനുകരിച്ചത്, അവരെല്ലാം ആവേശം കൊണ്ടത് മഹാനായ മഹാത്മാഗാന്ധി. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നത് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരുന്നത് ഗാന്ധി ജയന്തിയായിട്ടാണ്. ഇന്ന് ഗാന്ധി ജയന്തി ദിനം ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ 193 രാജ്യങ്ങളിൽ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. കയ്പമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും യോഗ സൂംബ ക്ലാസുകളുടെ ഉദ്ഘാടനവും നടത്തി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് NA നൂറുൽ ഹുദ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ പ്രതിഭകളെ ആദരിച്ചു. നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് മുഖ്യാതിഥിയായി. സ്പെഷ്യൽ ബ്രാഞ്ച് SI T ജയകുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ, പഞ്ചായത്ത് അംഗം പ്രജീന റഫീഖ്, മുൻ ബാങ്ക് പ്രസിഡന്റ് TV സുരേഷ് ബാബു, ബാങ്ക് വൈസ് പ്രസിഡന്റ് VR ഷൈൻ, ബാങ്ക് സെക്രട്ടറി AS മിജ, ബാങ്ക് ഡയറക്ടർമാരായ PL പോൾസൺ, മുഹമ്മദ് ചാമക്കാല,
PK റഹീം, KS സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇവരന്ന് എന്നെ ആദരിച്ചവരാണ്, ഒരു കാര്യമില്ലാതെ എന്നെ ആദരിച്ചവരാണ് എന്ന് ഓർത്ത് വേണം ഈ ജനങ്ങളെ ചെലവുകൾ. അത് നിർബന്ധമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞത് എത്ര നല്ല കുട്ടി, പഠിക്കുന്ന കുട്ടി, എല്ലാവരും കൊണ്ട് അഭിമാനത്തോടെ കാണണം. എൻ്റെ അയൽവക്കത്തെ കുട്ടി, എൻ്റെ കൊടുങ്ങല്ലൂർ താലൂക്ക് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സഹകാരികളുടെ മക്കൾക്കാണ് അവാർഡ് നൽകിയത്. മതിലകം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് ഷിബു വർഗീസ് അധ്യക്ഷത വഹിച്ചു. കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് TM നാസർ മുഖ്യാതിഥിയായി. കൊടുങ്ങല്ലൂർ താലൂക്ക് ഹൗസിംഗ് സഹകരണ സംഘം പ്രസിഡന്റ് TS ശശി, CS രവീന്ദ്രൻ, സുനിൽ P മേനോൻ, TK വിജയൻ, ES നിയാസ്, മതിലകം OLF ഗേൾസ് സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ റെനറ്റ, ജോജി പടമാടൻ, ആശ ഉണ്ണികൃഷ്ണൻ, ആതിര ദാസ്, സുബൈദ, ഷെമി റാഫി, സംഘം വൈസ് പ്രസിഡന്റ് OA ജെൻറിൻ, സംഘം സെക്രട്ടറി സ്മിത രാജീവ് എന്നിവർ സംസാരിച്ചു. നമ്മൾ വിചാരിച്ചാൽ ഏത് കരയിലും ഏത് സ്ഥലങ്ങളിലും ഏത് ആകാശത്തിലും നമുക്ക് എത്തിച്ചേരാൻ അത് നിങ്ങൾ സാധ്യമാണ്. അതിനുവേണ്ടി ഇനിയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ മുന്നോട്ട് വരും. നമുക്കറിയാം, ഇവിടെ ഒരു കാര്യം മാത്രമേ നിങ്ങൾ ഓർമ്മപ്പെടുത്തൂ. നിങ്ങളിവിടെ പഠിച്ചു മിടുക്കാന്മാരാകുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു നൽകിയിട്ടുള്ള കുറേ ആളുകൾ. ഒന്ന് നിങ്ങളുടെ അധ്യാപകർ, ഒന്ന് നിങ്ങളുടെ രക്ഷകർത്താക്കളാണ്. എടത്തിരുത്തി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ഡോക്ടർ KB സജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, ബാങ്ക് വൈസ് പ്രസിഡന്റ് ഡേവിസ് തട്ടിൽ, CPM ലോക്കൽ സെക്രട്ടറി AV സതീഷ്, ബാങ്ക് സെക്രട്ടറി PC അജിത, ബാങ്ക് ഡയറക്ടർമാർ തുടങ്ങിയവർ സംസാരിച്ചു. അതിനെ നമ്മുടെ കടയിൽ ഇഷ്ടംപോലെ പോലെ സൂക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. കാരണം വളരെ നിഷ്പ്രയാസം ഇന്ന് നാഷണലൈസ്ഡ് ബാങ്കുകളിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ വായ്പ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സമീപിക്കുമ്പോൾ ഒന്നും ഒരു രേഖകളും വേണ്ട, നിങ്ങൾ നമ്മുടെ ബാങ്കിലേക്ക് വന്നാൽ മതി, എല്ലാ കാര്യങ്ങളും നിഷ്പ്രയാസം നിങ്ങൾ ഉറപ്പാക്കി തരാം എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ചെന്ന് അവർ പറയുന്ന രേഖകളെല്ലാം ഹാജരാക്കി ഏറ്റവും പ്രയാസപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടത്തി അവസാനമാകുമ്പോൾ പഴുവിൽ സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ അതിദരിദ്രരില്ലാത്ത രാജ്യത്തെ ഏക സംസ്ഥാനമാക്കി മാറ്റുന്നതിൽ സഹകരണ പ്രസ്ഥാനവും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. 100 വർഷം പിന്നിട്ട് കഴിഞ്ഞു. 1994 2025 നമ്മൾ നിൽക്കുന്നത്. 100 വർഷം മുൻപ് ഇത് പ്രവർത്തിച്ചത് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു ചുറ്റുപാടിലാണ്. അതായത് വളരെ പ്രയാസകരമായ ചുറ്റുപാടിലാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നത്. നമ്മുടെ നാട്ടിലെ കർഷകരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സഹകരണ പ്രസ്ഥാനം ഉയർന്നു വന്നത്. എല്ലാ പ്രദേശങ്ങളിലും സഹകരണ പ്രസ്ഥാനമുണ്ട്. ആ സഹകരണ പ്രസ്ഥാനം വളർന്ന് പന്തലിച്ച് ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക മേഖലയായി മാറി. അത് ചെറിയ കാര്യമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സഹകരണ പ്രസ്ഥാനമുള്ള സംസ്ഥാനം അത് കേരളമാണ്. എല്ലാ രംഗത്തും നമ്മൾ മോഡലാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു മേഖലയാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനം. അത് ഇന്ന് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇടപെടുകയാണ്. മനുഷ്യൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അതിൽ ഇടപെട്ടുകൊണ്ടാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനം വളർന്നു വന്നത്. കേവലം ഒരു സാമ്പത്തിക ഇടപാട് സ്ഥാപനം മാത്രമല്ല, അല്ലെങ്കിൽ ലോൺ കൊടുക്കലും ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സ്ഥാപനത്തിൻ്റെ അപ്പുറത്തേക്ക് വലിയ സാമൂഹിക ദൗത്യമാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് പ്രസിഡന്റ് PM ഇബ്രാഹിം അധ്യക്ഷനായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ,
ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, CA ശങ്കരൻ, ഉല്ലാസ് കണ്ണോളി, K രാമചന്ദ്രൻ, ഷജിത സുനിൽ, TJ റോബോർച്ച് എന്നിവർ സംസാരിച്ചു. മുൻ സെക്രട്ടറി KK സജിതയ്ക്ക് യാത്രയയപ്പ് നൽകി. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു. ആശാപ്രവർത്തകരെയും പാടശേഖര സമിതികളെയും ചടങ്ങിൽ ആദരിച്ചു. ജോയിന്റ് കൗൺസിൽ നാട്ടിക മേഖലാ കൺവെൻഷൻ നടന്നു. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി VJ മെർലി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് BA ദിനേശ് അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി TS സുധി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV പ്രസാദ്, ജില്ലാ കൗൺസിൽ അംഗം KM ദിവ്യ, മനോജ് എന്നിവർ സംസാരിച്ചു. അത്തരം പൊതുവിഷയങ്ങൾ കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് ജോയിന്റ് കൗൺസിൽ നിരവധിയായിട്ടുള്ള ക്യാമ്പയിനുകൾ എപ്പോഴും സംഘടിപ്പിച്ചിട്ടുള്ളത്. അതെല്ലാം പല രീതിയിലും അല്ലെങ്കിൽ പൊതുജന മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ പൊതുജന മധ്യത്തിലെല്ലാം വലിയ ചർച്ചയായി മാറിയിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ജോയിന്റ് കൗൺസിൽ എപ്പോഴും ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജൂൺ 5-ാം തീയതി ഏറ്റെടുത്ത ആ ഗ്രീൻ മാർച്ച് ഏറ്റവും വലിയ ഒരു വിജയമായിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിച്ചു. കടൽത്തീരങ്ങളില്ലാത്ത ജില്ലകളിൽ അതിന്റെ അവബോധം പൊതുജനങ്ങൾക്ക് പകർന്നു നൽകിക്കൊണ്ട് കൂടിയിട്ടായിരുന്നു ആ ജൂൺ 5-ാം തീയതിയിലെ പരിസ്ഥിതി ദിനം നാം ആഘോഷിച്ചത്. DYFI മണലൂർ ഹൈസ്കൂൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പഠനോത്സവവും ഹൃദയസംഗമവും സംഘടിപ്പിച്ചു. BH ഹനീഷ് നഗറിൽ ചേർന്ന യോഗം CPM ലോക്കൽ സെക്രട്ടറി KV ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. OU അശ്വിൻദാസ് അധ്യക്ഷനായി. TB അഭിജിത്ത്, ദേവാനന്ദ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. DYFI മേഖലാ സെക്രട്ടറി KA അജീഷ്, CPM ലോക്കൽ കമ്മിറ്റി അംഗം KR അഭിരാജ്, ട്രഷറർ അരുൺ ആനന്ദ്, ബ്രാഞ്ച് സെക്രട്ടറിമാരായ MT താജൻ, രവീന്ദ്രൻ കുന്നംപുള്ളി എന്നിവർ ചേർന്ന മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. തുടർന്ന് ചെണ്ടുമല്ലി തൈ വിതരണവും നടത്തി. തൃശൂർ താലൂക്ക് ചെത്ത് തൊഴിലാളി വിവിധോദ്ദേശ സംഘം അന്തിക്കാടിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ കേശ അവാർഡ് വിതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് CR മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KV വിനോദൻ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ജയപ്രകാശ്, സെൻ, ഷോബിൻ, ചന്ദ്ര ബാലൻ, ശശി, ബാബു, മധുലാൽ, ചന്ദ്രൻ, സംഗീത, ഗിരീഷ്, ഷജിത എന്നിവർ സംസാരിച്ചു. സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമീണ മേഖലയുടെ സാമ്പത്തിക മേഖലയുടെ ചങ്കും കരളുമായി നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട അടയാളങ്ങളാണ്. നിക്ഷേപം സ്വീകരിക്കുന്നതോടൊപ്പം അതിന് തുല്യമായ തരത്തിൽ വായ്പ കൊടുത്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സാമ്പത്തികമായ ദുരിത വിഷയങ്ങളിലൊക്കെ നന്നായി ഇടപെടുക എന്നുള്ളതാണ്. ആ ഇടപെടൽ നടത്തുന്നതിൻ്റെ അപ്പുറത്തേക്ക് സഹകരണ സംഘത്തിൻ്റെ അംഗങ്ങളായിട്ടുള്ളവരോട് ഏറ്റവും നീതിപൂർവമായ ഒരു സമീപനം സ്വീകരിക്കുക. ഞാനിവിടെ മുരളീധരനോട് ചോദിച്ചു, അതായത് 1000 രൂപ വെച്ച് പ്രതിവർഷം 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഒരു സഹകരണ സംഘം പെൻഷൻ കൊടുക്കുകയാണ്. 1 രൂപ അവരുടെ നിക്ഷേപം കൂടി ഇല്ലെങ്കിലും അല്ലേ, അവർ ഈ സംഘത്തിലെ ഏതെങ്കിലും കാലത്ത് അംഗങ്ങളായിരുന്ന ആളുകളാണെങ്കിൽ അവർക്കൊരു1000 രൂപ വെച്ച് ഒരാശ്വാസം ഒരു സഹകരണ പ്രസ്ഥാനം നൽകുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണ്. അതിന് ഞാൻ ചെത്തൊഴിലാളി സംഘത്തെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്, അഭിനന്ദിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക് കടക്കും മുമ്പ് ഇടവേള.
Manappuram Geeta Ravi Public School. The joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. ചന്ദ്രാപിന്നി SN വിദ്യാഭവൻ സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. 10-12 ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. SNE ആൻഡ് സി ട്രസ്റ്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജനറൽ ഹോസ്പിറ്റൽ കാർഡിയോളജി വിഭാഗത്തിന് തലവനും SN വിദ്യാഭവൻ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ കൃഷ്ണകുമാർ മുഖ്യാതിഥിയായിരുന്നു. ഹൃദയ ചികിത്സാ രംഗത്ത് കത്തീറ്റർ സാങ്കേതിക വിദ്യയിലൂടെ അപൂർവ ഹൃദയ ശസ്ത്രക്രിയ നടത്തി വിജയിച്ച ടീമിലെ ചീഫ് കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റാണ് ഡോക്ടർ കൃഷ്ണകുമാർ. പ്രിൻസിപ്പൽ യാമിനി ദിലീപ്, SNE ആൻഡ് സി ട്രസ്റ്റ് സെക്രട്ടറി MS പ്രദീപ്, വൈസ് പ്രസിഡന്റ് വിജയരാഘവൻ, ജോയിന്റ് സെക്രട്ടറി രാജ്കുമാർ കരുവത്തിൽ, അഡ്മിനിസ്ട്രേറ്റർ PV സുധീപ് കുമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ EK സുഷമ, രമണി, പ്രധാനാധ്യാപകരായ NK സുലജ, സന്ധ്യ പ്രജോത്, LP മിനി, ലെനിയ എന്നിവർ സംസാരിച്ചു. So I would like to say is that nothing in life is so easy. You have to wait patiently, and if your intention is good and if you work sincerely for that, definitely you will succeed. I would also like to mention about the person who stood behind me from my birth till this day, my father. Actually, he was a bank employee in a reputed bank at Qatar. In 1987, one fine morning, he thought he will resign his job and come back to Kerala. And after that, I was born. And as my mother was a teacher, he decided that he will not go for work, but be with me as a guardian, not just as a guardian, but a guardian angel. കോൾപ്പാടങ്ങളിലെ സ്ലൂയിസുകളും കഴകളും അടിയന്തരമായി തുറന്നുവിടണമെന്ന് ജനതാദൾ എസ് നാട്ടിക നിയോജകമണ്ഡലം കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മീൻ കൃഷി, താറാവ് വളർത്തൽ എന്നിവയ്ക്കായി
കോൾ നിലങ്ങൾ തുറന്നിടാത്തത് കർഷകർക്കും വീടുകൾക്കും ഭീഷണിയാണ്. പുറത്തൂർ, ആലപ്പാട്, പുള്ള്, അന്തിക്കാട്, കാഞ്ഞാണി, മണലൂർ എന്നീ പടവുകളോട് ചേർന്നാണ് വെള്ളം കയറി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റും മണ്ഡലം ഇൻചാർജുമായ ഷൺമുഖൻ വടക്കുംപറമ്പിൽ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി M. മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി. 50 വർഷത്തെ ചരിത്രമുള്ള ഒരു പാർട്ടിയാണ് ജനതാദൾ. അടിയന്തരാവസ്ഥയുടെ സന്തതിയാണ് നമ്മുടെ പാർട്ടി, നമുക്ക് എല്ലാവർക്കും അറിയാം. 1947 സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഐതിഹാസികമായ സകല സമര പോരാട്ടങ്ങൾക്കൊടുവിൽ സ്വതന്ത്രം പ്രാപിച്ച് ഇന്ത്യയിൽ ലോകമെമ്പാടും ഇന്ത്യ യശസ്വിയെത്തിയ കാലഘട്ടത്തിൽ ചിന്തനശക്തികളുടെ പ്രവർത്തനം മൂലം അഴിമതിയും ഏകാധിപത്യവും തുടർന്നു വന്ന് അതിന്റെ പാരമ്പര്യത്തിലെത്തിയപ്പോഴാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. തൃത്തല്ലൂർ സീറോ കൾച്ചറൽ ഫൗണ്ടേഷന്റെയും വാടനപ്പള്ളി യൂത്ത് ലീഗ് ലൈബ്രറിയുടെയും ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വായനോത്സവവും PN പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു. കവി PN ഗോപികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. അസ്മാബി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ രമ്യ C. ജയൻ PN പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫൗണ്ടേഷൻ പ്രസിഡന്റ് ജ്യോതിഷ് ചാളിപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. ഷിജിത്ത് വടക്കഞ്ചേരി, വിനോദൻ ചാളിപ്പാട്ട്, CB വേണു, ഷിയ S. ബാബു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ ക്വിസ് മത്സരവും ബാലസംഗമവും ഉണ്ടായിരുന്നു. വിജയികൾക്ക് ശശികല, രമ്യ എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. TD ഉണ്ണികൃഷ്ണൻ, KK പ്രമോദ്, KR കവിത, അനീഷ, TG രാഖി, NS ജയപ്രകാശ്, രജനി, CS സജീവ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നമ്മുടെ ഉള്ളിലെ എന്തോ ഉണർത്തും, ചിന്തയെ ഉണർത്തും, നമ്മുടെ വികാരത്തെ ഉണർത്തും, നമ്മുടെ മുഴുവൻ ആശയ ലോകത്തെയും ഉണർത്തും. ഇപ്പൊ നമ്മൾ പറയും ഒരു ഗ്രന്ഥകാരനോ ഗ്രന്ഥകാരിയോ എഴുതി വെച്ച വരി അതേപടി വിടുങ്ങല്ല നമ്മൾ ചെയ്യുന്നത്, മറിച്ച് ഇത് ശരിയാണോ എന്ന് നമ്മൾ ആലോചിക്കും. അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ശരിയാണല്ലോ എന്ന് ബോധ്യം വരും. അല്ലെങ്കിൽ ഇതല്ലല്ലോ ശരിയെന്ന് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ശരിയിലേക്ക് പോകും. ഇങ്ങനെ വലിയൊരു പ്രവർത്തനമാണ് വായന എന്ന് പറയുന്നത്. അപ്പൊ പുസ്തകം എഴുതി എന്നുള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഇപ്പം ഞാനൊരു കവിത എഴുതി എന്ന് പറഞ്ഞാൽ ആ കവിത എഴുതി എന്നുള്ളതിന്റെ മഹത്വം ഒന്നും മനുഷ്യർക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ മുഴുവൻ, ഏത് എഴുത്തുകാരിയും ഉപയോഗിക്കുന്ന പദങ്ങൾ മുഴുവൻ അവനവനോ അവളവളോ കണ്ടുപിടിക്കുന്നതല്ല, മറിച്ച് ലോകത്ത് നമ്മൾ എടുക്കുന്നതാണ്, അല്ലേ? ഭാഷയിൽ നമ്മൾ എടുക്കുന്നതാണ് ഈ പദങ്ങൾ മുഴുവൻ. ഇത് പ്രത്യേക രീതിയിൽ ചേർത്ത് വെച്ച ഒരു അർത്ഥം ഉണ്ടാക്കി മാത്രമേ ചെയ്യുന്നുള്ളൂ. മാത്രമല്ല ഈ കവിത വേറൊരാൾ വായിച്ച് അതിൽ ഇടപെടുമ്പോഴേ അതിന് ജീവനുണ്ടാവുള്ളൂ. ലോക സംഗീത ദിനത്തോടനുബന്ധിച്ച് ഭാവഗീതം മ്യൂസിക്കൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ലോക സംഗീത ദിനം ആഘോഷിച്ചു. തൃത്തല്ലൂർ വിശ്വപ്രകൃതി ഹാളിൽ നടത്തിയ പരിപാടിയിൽ 21 ഗായകർ ചേർന്ന് പാട്ടുകൾ, കവിതകൾ എന്നിവ ആലപിച്ചു. അകാലത്തിൽ പൊലിഞ്ഞ കലാകാരൻ കലാഭവൻ നിജുവിനെ ചടങ്ങിൽ അനുസ്മരിച്ചു. നന്മ സംസ്ഥാന കമ്മിറ്റി അംഗം ചന്ദ്രമതി അനുസ്മരണ പ്രഭാഷണം നടത്തി. പരിപാടികൾക്ക് അനിൽകുമാർ, ഗോപിനാഥ് മൂത്തേടത്ത്, അംബിക ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. മനോഹരമായൊരു രാഗമാലിക മലയജ മധുര ശ്രുതിയിൽ പാടുക നിളയുടെ കളഗീതം. ഗ്രാമാന്തരംഗ യമുനയിൽ പൂത്തൊരു താമര പൂവുകൾ തോറും കരിമൂവിലെങ്ങോ വളർന്നു ഒരു കൊടുങ്കാറ്റിന്റെ കൈകളിൽ തട്ടി കരിമൂവിലെങ്ങോ വളർന്നു കാറ്റിലെ ചാത്തുരഞ്ഞ സംഗീതം മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി റിവ്യൂ മീറ്റിംഗും മണ്ഡലം ഭാരവാഹികൾ ചുമതല ഏൽക്കലും വാർഡ് പ്രസിഡന്റുമാർക്ക് സ്വീകരണവും നൽകി. കാഞ്ഞാണി സിംല മാളിൽ ചേർന്ന യോഗം AICC സെക്രട്ടറി PV മോഹനൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ KK ബാബു, VG അശോകൻ, KB ജയറാം, V സുരേഷ് കുമാർ, നൌഷാദ് ആറ്റുപറമ്പത്ത്, KS ദീപൻ, സുബൈദ മുഹമ്മദ്, KK പ്രകാശൻ, റോബിൻ വടക്കേത്തല, സ്റ്റീഫൻ നീലങ്കാവിൽ, ജോസഫ് പള്ളിക്കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങൾ പറയും എന്താ സാറ്
മണ്ഡലത്തിൽ 40 സെക്രട്ടറിമാർ 50 സെക്രട്ടറിമാർ അല്ലേ നിങ്ങൾ പറയില്ലേ? അത് നിങ്ങൾക്കറിയും. അതായത് പോലീസ് സ്റ്റേഷൻ അറിയില്ല, റവന്യൂ ഓഫീസിൽ അറിയില്ല, DC ഓഫീസിൽ അറിയില്ല. അവിടെ നിങ്ങൾ പോകുമ്പോൾ ഞാൻ മണ്ഡലം സെക്രട്ടറി വരും, അവർ ഞെട്ടുണ്ട് ഇല്ലേ? നിങ്ങൾക്കറിയാം 40 ഒരാൾ, ബട്ട് അവർക്കറിയോ? അതാണ് അതിൻ്റെ. അപ്പോൾ നിങ്ങൾ 40 ഒന്നായാലും ബട്ട് പുറമെ നിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അത് മനസ്സിലാക്കണം. ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ഭാരവാഹി പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഞാൻ ആദ്യം ആയത് ബ്ലോക്ക് മെമ്പറാണ്. കാരമുക്ക് SNGHS സ്കൂളിലെ അധ്യാപക രക്ഷാകർതൃ സംഗമം നടത്തി. PTA പ്രസിഡന്റ് ഷൈൻ വാസ് അധ്യക്ഷനായി. മാനേജർ പ്രദീപ്, ബിദ, സജീവൻ, സ്റ്റാഫ് സെക്രട്ടറി EB ബിജോയ് എന്നിവർ സംസാരിച്ചു. അക്കാദമി കലണ്ടർ, സ്കൂൾ ഡയറി എന്നിവയുടെ പ്രവർത്തനങ്ങൾ, കുട്ടികളുടെ പഠന മുന്നേറ്റം, പഠന പ്രവർത്തനങ്ങൾ എങ്ങനെ ചിട്ടപ്പെടുത്താം, പഠന പ്രവർത്തനങ്ങളിൽ രക്ഷിതാവ് വഹിക്കേണ്ട പങ്ക് എന്നീ വിഷയങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. 200ഓളം രക്ഷിതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. തൃക്കുന്നത്ത് ക്ഷേത്ര സംരക്ഷണ സമിതിയും സേവാഭാരതി മണലൂരും സംയുക്തമായി അന്താരാഷ്ട്ര യോഗാ ദിനാചരണവും യോഗ പരിശീലനവും സംഘടിപ്പിച്ചു. തൃക്കുന്നത്ത് ക്ഷേത്രം ഹാളിൽ നടത്തിയ ചടങ്ങ് യോഗാചാര്യൻ ബൈജു മരോട്ടിക്കൽ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. രഞ്ജിത്ത് മുടവങ്ങാട്ടിൽ, സേവാഭാരതി മണലൂർ സെക്രട്ടറി സൂര്യനാരായണൻ എന്നിവർ സംസാരിച്ചു. 2015 മുതൽ ഐക്യരാഷ്ട്രസഭ അത് അന്താരാഷ്ട്ര യോഗ ദിനമായിട്ട് ജൂൺ 21 തിരഞ്ഞെടുക്കുകയും അതിനുശേഷം നമ്മുടെ കഴിഞ്ഞ 11ാമത്തെ അന്താരാഷ്ട്ര യോഗ ദിനമാണ് നമ്മൾ ആചരിച്ചത്. വീണ്ടും നമ്മുടെ ഭാരതം ജഗദ്ഗുരു സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ്, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സന്തോഷത്തിൻ്റെ ആ ഒരു സന്ദർഭങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. ഭാരതം ഒരുപാട് നന്മകൾ ലോകത്തിന് നൽകിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് വേണമെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ പറയാം യോഗ. വാടനപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് കവിയും ചലച്ചിത്ര പ്രവർത്തകനുമായ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് വിശ്വനാഥൻ വയക്കാട്ടിൽ അധ്യക്ഷനായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഭരണസമിതി അംഗം CB സുനിൽകുമാർ, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി, ബാങ്ക് വൈസ് പ്രസിഡന്റ് ഷീല സോമൻ, സെക്രട്ടറി MB ബിജു എന്നിവർ സംസാരിച്ചു. മസിൽ പിടിച്ചിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് അവരോട് പറഞ്ഞു, പള്ളിക്കൂടത്തിൽ പഠിച്ച ഒരാൾ പണ്ടൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. പുഞ്ചിരിപ്പൂ ഒന്നു പകരം തന്ന പൂവൊരു വട്ടി തരാം, പെണ്ണെ പൂവൊരു വട്ടി തരാം. കുട്ടികൾ പറഞ്ഞു, ആരാണ് ഈ പാട്ട് അവർ കേട്ടിട്ടില്ല. കാരണം അല്ലേ, ഞാൻ ആ കത്തി കൊണ്ട് ഹരിശ്രീ, കട്ടച്ചോര, കുട്ടി സോഡ, സർബത്ത്, പുതിയ പാട്ടുകളുടെയൊക്കെ വല്ലാത്ത ഒരു ലോകത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അത്തക്കളത്തിന്ന് പൂതേടുമ്പോൾ അയലത്തെ മാരൻ ചൊല്ലി, എന്താ ചൊല്ലിയത്? പുഞ്ചിരിപ്പൂ ഒന്ന് പകരം തന്ന പൂവൊരു വട്ടി തരാം, പെണ്ണെ പൂവൊരു വട്ടി തരാം. മറ്റത്തെ എൻ്റെ കോളേജിൻ്റെ തൊട്ട് താഴെയുള്ള സെൻറ്റ് ഫ്രാൻസിസ് സ്കൂളിൽ പഠിച്ച ഒരു കുട്ടി, പുഞ്ചിരിപ്പൂ ഒന്ന് പകരം തന്നാൽ പൂ ഒരു വട്ടി തരാം പെണ്ണെ എന്ന് പാടിപ്പോയ ഒരനൂറ്റാണ്ട് മുമ്പുള്ള ഒഴുകുമാറുണ്ടെൻ്റെ ഗ്രാമത്തിൽ ഇപ്പോഴും പുഴയെന്നു പേരുള്ളൊരോമനത്തം. കേച്ചേരിപ്പുഴ, ഞാൻ എൻ്റെ ഡിഗ്രി ക്ലാസ്സിൽ പഠിച്ചു. നെയ്യാറാണ് ഞങ്ങളുടെ മുമ്പിൽ അന്ന് കേച്ചേരിപ്പുഴയായിട്ട് ഒഴുകുന്നത്. പക്ഷേ കേച്ചേരി എന്ന ഗ്രാമത്തിൽ നിന്ന് ഈ മറ്റത്തേക്ക് വരുമ്പോൾ ഈ ആളൂർ ഉൾപ്പെടുന്ന പ്രദേശത്തൂടെയൊക്കെ പള്ളിക്കൂടത്തിലേക്ക് വരുന്ന കുട്ടി A+ നേടിയ ഒരു ചുറ്റുപാടുണ്ട്. ആ ചുറ്റുപാട് ഈ പുഴയാണ്, അപ്പുറത്തെ പൂക്കളാണ്, അതിനപ്പുറം നിൽക്കുന്ന പലരുമാണ്. അതുകൊണ്ടാണ് ഉമ്മ വിളമ്പിയ ചോറിനു മുന്നിൽ ഞാൻ ചുമ്മാ മുഖം. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പെരിഞ്ഞനം കൊറ്റംകുളത്ത് ആളില്ലാത്ത വീട് കുത്തിത്തുറന്ന മോഷണം.
എടത്തിരുത്തിയിൽ കാട്ടുപന്നി ശല്യം വാഴകൃഷി നശിപ്പിച്ചു. പഴുവിൽ സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ സമാപിച്ചു. കെ രാധാകൃഷ്ണൻ MP സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.